നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് മൂര്യാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. 2 അതിഥി തൊഴിലാളികൾക്ക് പരിക്ക്. കണ്ണൂർ നഗരത്തിൽ കെ സുധാകരന്റെ ഫ്ലെക്സ് വെച്ച സംഭവത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെതിരെ ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചത്. വാർത്താ ഫലം കണ്ടു. പാനൂർ ബസ് സ്റ്റാൻഡ് കവാടത്തിൽ റോഡിൽ രൂപപ്പെട്ട വൻ കുഴി ഒടുവിൽ നഗരസഭ ഇടപെട്ട് അടച്ചു. COT നസീറിന്റെ മാതാവ് ആമിന ബീവിയെ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ MLA. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ആമിനയായിരുന്നു. വാർത്തകൾ വിശദമായി. കൂത്തുപറമ്പ് മൂര്യാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന് 2 അതിഥി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മൂര്യാട് സെൻട്രൽ UP സ്കൂളിന് സമീപം കുളമുള്ളപ്പറമ്പിൽ റെജീന ഷമീർ ദമ്പതികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടിന്റെ കോൺക്രീറ്റ് ജോലിക്കിടെ വീടിന്റെ 2ാം നിലയുടെ സൺഷെയ്ഡ് തകർന്നു വീണാണ് അപകടം. കൊൽക്കത്ത സ്വദേശികളായ ജാക്കി, ഭരത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർക്കാണ് പരിക്കേറ്റത്. കൊൽക്കത്ത സ്വദേശികളായ ജാക്കി, ഭരത് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുന്നതിനിടെയായിരുന്നു അപകടം. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ജാക്കിയെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2ാം നില വാർപ്പിന്റെ പണി നടക്കുമ്പോഴാണ് ഈ സൺസൈഡ് പൊട്ടി താഴുന്നത്. പിന്നെ 2 പരിക്കുണ്ടായിരുന്നു. കാര്യമായി പരിക്കൊന്നുമില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ജാക്കിയെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൂത്തുപറമ്പ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണൂർ നഗരത്തിൽ കെ സുധാകരന്റെ ഫ്ലെക്സ് വെച്ച സംഭവത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. റിപ്പോർട്ടർ ചാനൽ കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ കല്യാടിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. റിപ്പോർട്ടർ ചാനൽ കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ കല്യാടിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. കണ്ണൂരിൽ നടക്കുന്ന KPCC സമരസംഗമ വേദിക്ക് മുന്നിൽ കെ സുധാകരൻ അനുകൂല ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു. കൂരിരുട്ടിൽ അകപ്പെട്ടുപോയ പ്രവർത്തകർക്ക് ഒരു പ്രകാശനാളമായി മുന്നോട്ട് നയിച്ച നേതാവെ, അങ്ങയുടെ സ്ഥാനം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ്. കടൽ നീന്തി കടന്നവനെന്ത് പേമാരി, ആ പേമാരിക്ക് കുടചൂടാൻ പ്രവർത്തകരുടെ കരങ്ങൾ ആവോളം എന്നീ വാചകങ്ങൾ എഴുതിയ ഫ്ലക്സുകളാണ് ഉണ്ടായിരുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്കെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ചാണ്ടി ഉമ്മൻ MLA COT നസീറിന്റെ മാതാവ് ആമിന ബീവിയെ കായത്ത് റോഡിലെ വസതിയിൽ സന്ദർശിച്ചു. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ആമിന ബീവിയായിരുന്നു. COT നസീറിന്റെ വസതി സന്ദർശിക്കാനും ഉമ്മയെ നേരിൽ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന്
ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയായിരുന്നു COT നസീർ. എൻ്റെ പിതാവിൻ്റെ ചരമദിനം ജൂലൈ 18-നാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു മാസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ ചടങ്ങുകളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ തുടക്കം തലശ്ശേരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ ഏറ്റവും ആദ്യം വരേണ്ട വീടുകളിലൊന്ന് COT നസീറിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് എനിക്ക് കെട്ടിവെക്കുവാനുള്ള കാശ് തന്നത്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയേണ്ട. അദ്ദേഹം എങ്ങനെയാണ് എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് നിരപ്പായത് അല്ലെങ്കിൽ സ്നേഹത്തിലെത്തിയതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വരിക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യം കൂടിയാണ്, ഒരു ഡ്യൂട്ടി കൂടിയാണ്. അദ്ദേഹത്തിന്റെ മാതാവിനോടും മറ്റു കുടുംബാംഗങ്ങളോടും ആശയവിനിമയ ശേഷം നടത്തിയ ശേഷം വസതിയിൽ നിന്ന് മടങ്ങവേ നിമിഷപ്രിയയുടെ വിഷയത്തിലും ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ മോചനമാണ് നമ്മൾ ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വധശിക്ഷ റദ്ദ് ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരിമിതിയുണ്ടെങ്കിലും അവർ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഓരോ വീടുകളിൽ നിന്നും ഇത് ആരംഭിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി തലശ്ശേരി ജവഹർ കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നവരത്ന ഹോട്ടലിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഡ്രഗ്സിനെതിരെയുള്ള പ്രവർത്തനം നമ്മൾ വളരെ സജീവമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മുറ്റത്താണ് നമ്മുടെ വീട് മുറ്റത്താണ് ഡ്രഗ്സിനെതിരെയുള്ള ഡ്രഗ്സ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വീട് മുറ്റത്താണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഡ്രഗ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ ഉള്ള ഒരു പോരാട്ടം നടത്തണം എന്നുള്ളത് അനിവാര്യതയാണ്. പക്ഷേ ഇത് വെറുതെ ഒരു ഡ്രഗ്സ് എങ്ങനെയോ വന്നു കയറുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന വലിയ ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാം, പാകിസ്ഥാന്റെ ബോർഡറിൽ നമ്മൾ യുദ്ധം കണ്ടു. പക്ഷെ പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഉപകരണം മാത്രമാണ്. ചൈനയാണ് യഥാർത്ഥ ശക്തി. അതേ ശക്തികൾ ഈ രാജ്യത്തേക്ക് 9 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഡ്രഗ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മളതിനെതിരെ ക്യാമ്പയിൻ നടത്തുക, നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ വീട്ടിലും ഇതിനെതിരെ വലിയ ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടേ ഇത് പോകത്തുള്ളൂ. വികസന കാര്യത്തിൽ കേരളത്തെ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. മക്കളുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നം അനുസരിച്ച് മാത്രമാവരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം മക്കളുടെ സ്വപ്നങ്ങളോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു സംശയവും വേണ്ട, മലയാളി കുട്ടികൾക്ക് ലോകത്തെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു കുട്ടികൾക്ക് സാധിക്കും. നമ്മുടെ പിള്ളേരതിന് വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ കുട്ടികളും ഈ ഓൺലൈനിൽ പകുതി ആൾക്കാരുടെ ആഗ്രഹം വിദേശത്ത് പോകുന്നതായിരിക്കും. എന്റെ മണ്ഡലത്തിൽ ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ പറയും ഞാൻ വിദേശത്ത് പോകുന്ന പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് പോകണമെന്ന് ചോദിക്കുന്നത്. കാരണം ഇവിടെയുള്ള സാധ്യത നമ്മൾ ഉപയോഗിച്ചിട്ട് പോയി. എൻ്റെ പിതാവിന്റെ വലിയൊരു സ്വപ്നം ഈ നാടിനെ മാറ്റിയെടുക്കണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എയർപോർട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചതും എയർപോർട്ട് കൊണ്ടുവന്നതും അതുപോലെ കൊച്ചി മെട്രോ നടപ്പിലാക്കിയതും വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കിയതൊക്കെ വലിയൊരു ആശയവും വലിയൊരു സ്വപ്നം വെച്ചിട്ടാണ്. നമ്മുടെ നാട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമായിട്ട് തന്നെ മാറും. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ, മുൻ പുതുച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ എന്നിവർ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. തലശ്ശേരി ജവഹർ കൾച്ചർ ഫോറം ചെയർമാൻ K ശിവദാസൻ അധ്യക്ഷനായി. സുരേഷ് കൂത്തുപറമ്പ്, പ്രൊഫസർ ദാസൻ പുത്തലത്ത്, TKD മുഴപ്പിലങ്ങാട്, ഉസ്മാൻ P വടക്കുംപാട്, P ഇമ്രാൻ, K ജയരാജൻ, അസീസ് നാലുപുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ കൾച്ചറൽ വേദിയുടെ വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ സമ്മാനിച്ചു. സർക്കാരിന്റെ ആസൂത്രണം
ശശികുമാർ സ്വരലയ ചേറ്റം പ്രശസ്ത ഗായിക ഡയാന രാജസി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. നിർധന കുടുംബങ്ങൾക്കുള്ള കിറ്റുകളും ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ MLA വിതരണം ചെയ്തു. പാനൂർ ബസ് സ്റ്റാൻഡ് കവാടത്തിൽ റോഡിൽ രൂപപ്പെട്ട വൻ കുഴി ഒടുവിൽ നഗരസഭ ഇടപെട്ട് അടച്ചു. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന കുഴിയെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികാരികൾ നടപടിയുമായി രംഗത്ത് വന്നത്. പാനൂർ ബസ് സ്റ്റാൻഡിൽ വൻ കുഴി രൂപപ്പെട്ടത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതമായിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിലാണ് വൻ കുഴി ഉണ്ടായിരുന്നത്. ദിവസേന 60-ലധികം ബസ്സുകൾ പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നതിനു പുറമെ നിരവധി സ്കൂൾ കുട്ടികളും യാത്രക്കാരും സഞ്ചരിക്കുന്ന വഴി കൂടിയായിരുന്നു ഇത്. കുഴിയിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആഴമറിയാതെ ബൈക്കുകളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. അപകടക്കുഴിയെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് പാനൂർ നഗരസഭ PWD വിഭാഗം കുഴി അടച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം നേരിട്ടെത്തി പ്രവൃത്തി വിലയിരുത്തുകയും ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ MP ആക്കി നോമിനേറ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ ഉത്തരവിനെ സ്വാഗതം ചെയ്ത് BJP പ്രവർത്തകർ കൂത്തുപറമ്പ് ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുരം വിതരണവും നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ കൂത്തുപറമ്പിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തിയത്. BJP കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം, AP പുരുഷോത്തമൻ, CK സുരേഷ്, TK സജീവൻ, K. പ്രസാദ്, ഷൈജു മൂര്യാട്, V. പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം വടക്കുംപാട് വില്ലേജ് സമ്മേളനം PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ നടന്നു. ബാലസംഘം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിദ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിദ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പുഴ ചേർന്ന് വലിയൊരു പുഴയാകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് മജീദ് മനസ്സിലാക്കിയത് രണ്ട് ചെറിയ പുഴ ചേർന്ന് വലിയ പുഴയാകുമ്പോൾ രണ്ടൊന്ന് ചേരുമ്പോൾ എന്താകും? ഇമ്മിണി വലിയ ഒന്നാകുമെന്ന് ആര് പറഞ്ഞേ? മജീദ് പറഞ്ഞത്. അത്തരത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉള്ളതാണ് നമ്മുടെ ബഷീർ എഴുതിയിട്ടുള്ളത്. ഒരുപാട് കഥകളുണ്ട്. നിങ്ങൾ ഒരുപാട് വായിക്കണം അല്ലെ? ഒരുപാട് വായിക്കൂലേ? നിങ്ങളെല്ലാവരും വായിക്കൂലേ? നമ്മുടെ വായനാ ദിനം എപ്പായിരുന്നു? C. ചൈതന്യ അധ്യക്ഷയായി. സ്നൈൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ഹർജിത്ത് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ ജോയിന്റ് കൺവീനർ റാഷിദ കതിരൂർ, PK ശ്രീജിത്ത്, MK അശോകൻ, CV കലാകൃഷ്ണൻ, C. ചൈതന്യ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി ബ്ലോക്ക് 3 നിലകളിലായാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ അവർ സ്ഥലത്തിൻ്റെ പ്രത്യേകത കാരണം പൈലിംഗ് നടത്തുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചതിലേറെ ചെലവ് വന്നത് കാരണം 3 നിലകളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 1-ാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും 2-ാം നിലയുടെ സ്ട്രക്ചർ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിനായി നഗരസഭ ഫണ്ട് കൂടി വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് 1-2 മാസത്തിനകം 1-ാം നിലയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നിലവിൽ
താഴത്തെ നിലയിലുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് 3 ക്ലാസ് മുറികളും അതോടൊപ്പം ലാബ് മുറികളും. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. KP മോഹനൻ MLA അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ച 3 നില കെട്ടിടത്തിന്റെ 1-ാം നിലയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുക. ഹൈസ്കൂൾ വിഭാഗത്തിനായി 3,90 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഉടൻ ആരംഭിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭ വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷ MB ശ്രീജ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രൺദീപ് തോട്ടത്തി, PTA പ്രസിഡന്റ് PM മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. വടക്കേ പൊയിലൂരിലെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന VP കുമാരന്റെ 61ാം രക്തസാക്ഷി ദിനാചരണം രാഷ്ട്രീയ ജനതാദളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ KP മോഹൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേ പൊയിലൂരിലെ സോഷ്യലിസ്റ്റായിരുന്ന VP കുമാരന്റെ 61ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. RJDയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. KP മോഹനൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇൻക്വിലാബ് സിന്ദാബാദ്, RJD സിന്ദാബാദ്, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, സഖാവ് VP കുമാരൻ അഭിവാദ്യങ്ങൾ, RJD സിന്ദാബാദ്, RJD സിന്ദാബാദ്, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, സഖാവ് VP കുമാരൻ അഭിവാദ്യങ്ങൾ. തമാശയാക്കുന്ന രൂപത്തിലായിരുന്നു അവിടുത്തെ ആളുകളുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ലീഗ് എന്നൊക്കെ ജനസംഘവും ലീഗിൻ്റെ സെക്കൻഡ് ഗവൺമെൻറ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി PR-നെ വകവരുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ അവർ ലക്ഷ്യമിട്ടത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. പക്ഷേ ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ ശക്തിയോടുകൂടിയാണ് VP കുമാരൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഈ മണ്ഡലത്തിലുണ്ടായത്. അന്ന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ 9-9 GST നേടിക്കൊണ്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആവേശം പകർന്നുകൊണ്ട് മുന്നോട്ട് പോയ VP കുമാരൻ മരിച്ചപ്പോഴും ആവേശം തന്നെയായിരുന്നു. TP അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. OP ഷീജ, ഉഷാ രൈരോത്ത്, P ദിനേശൻ, CKB തിലകൻ, VP മോഹനൻ, PP പവിത്രൻ, KP പ്രഭാകരൻ, M ശ്രീജ, TK അശ്വതി, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംയോജിത പച്ചക്കറി കൃഷിയുടെ തലശ്ശേരി ഏരിയാതല നടീൽ ഉദ്ഘാടനം പൊന്നം സ്രാമ്പിയിൽ നടന്നു. വിവിധ സംഘടനകളെ സംയോജിച്ചുകൊണ്ട് പൊന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊന്നം ബാങ്കിന്റെ 75 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കർഷക സംഘം, കർഷക തൊഴിലാളി മഹിളാ അസോസിയേഷൻ, DYFI, കുടുംബശ്രീ, NREG തുടങ്ങിയ സംഘടനകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പൊന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 75 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലിൻ്റെ കാര്യത്തിലും മുട്ടയുടെ കാര്യത്തിലുമെല്ലാം സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഈ സംരംഭത്തിൽ കേരളത്തിലെ കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, അതുപോലെ തന്നെ കുടുംബശ്രീ, NREG എല്ലാ സന്നദ്ധ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരി ഏരിയക്കകത്ത് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ അധ്യക്ഷനായി. കർഷക സംഘം പൊന്നം വില്ലേജ് സെക്രട്ടറി സുഗീഷ് പൊല്ലിയോടി, കതിർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, കർഷക തൊഴിലാളി ഏരിയ സെക്രട്ടറി A വാസു, CPM പൊന്നം ലോക്കൽ സെക്രട്ടറി AK ഷിജു, മഹിളാ അസോസിയേഷൻ പൊന്നമ്പാലം വില്ലേജ് സെക്രട്ടറി KP സതി, DYFI പൊന്നം വില്ലേജ് പ്രസിഡന്റ് V കാവ്യ, പൊന്നം ബാങ്ക് സെക്രട്ടറി M റീജ, കർഷക സംഘം പൊന്നം വില്ലേജ് സെക്രട്ടറി P പവിത്രൻ എന്നിവർ സംസാരിച്ചു.
ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना.
Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 53ാം സ്ഥാപക ദിനം ആചരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ പതാക ഉയർത്തി നിർവഹിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 53ാം സ്ഥാപക വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരി സംഘടനാ ഓഫീസ് പരിസരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ പതാക ഉയർത്തി നിർവഹിച്ചു. സൗജന്യ വൈദ്യുതീകരണം അടക്കമുള്ള പരിപാടികളൊക്കെ തന്നെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുകയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം 116ഓളം വീടുകൾ സൗജന്യമായി വൈദ്യുതീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 1000ഓളം വീടുകൾ 4-5 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മളെ സംഘടനാ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് സൗജന്യ വൈദ്യുതീകരണം അടക്കം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻമോഹൻ കാരായി അധ്യക്ഷനായി. മുൻ സംസ്ഥാന പ്രസിഡന്റ് M രഘുനാഥ് മുഖ്യാതിഥിയായി. IT കോർഡിനേറ്റർ ദിലീപ് ഇത്തിക്ക, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MM രമേശൻ, ജില്ലാ സെക്രട്ടറി KT ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ സ്വദേശിനിയും കാനഡയിൽ താമസക്കാരിയുമായ എഴുത്തുകാരി അനു നമ്പ്യാർ എഴുതിയ ഇന്ത്യൻ റെമഡീസ് ടു ഹീൽ ദി സോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തലശ്ശേരി പേൾവ്യൂ ഹോട്ടലിൽ നടന്നു. ആത്മീയതയുടെയും ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും സമന്വയമാണ് ഈ പുസ്തകം. പുസ്തകത്തിന്റെ പ്രകാശനം മേജർ P ഗോവിന്ദൻ നിർവഹിച്ചു. എഴുത്തുകാരൻ P രാഘവൻ പുസ്തകം ഏറ്റുവാങ്ങി. പരമ്പരാഗത വിജ്ഞാനങ്ങളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പുസ്തകം ഇന്നലെ വൈകിയാണ് എനിക്ക് കിട്ടിയത്. ഒറ്റയിരുപ്പിൽ തന്നെ എനിക്ക് വായിച്ചു തീർക്കുവാൻ സാധിച്ചു. യാതൊരു പുഷ്പവും കൂടാതെ സരളമായ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ഒന്നാന്തരം ഒരു പുസ്തകം വായിച്ചതിലുള്ള വളരെ നല്ലൊരു സന്തോഷം അനുഭവിച്ച ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ അവർ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയും ഇന്ത്യയുടെ പാരമ്പര്യത്തെ പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ടും ഒക്കെ ഇതിനെ പ്രതിപാദിക്കുമ്പോൾ ഇവരെ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം ഇതിൽ അറിവ് കിട്ടിയിട്ടുണ്ടെന്നും എത്രത്തോളം അതിലൊക്കെ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ജയപ്രകാശ് സാറിൻ്റെ നമുക്കറിയാം, റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അതുപോലെ ഷീല മാഡം നമുക്കറിയാം, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അനുനമ്പ്യാർ ഈ ഒരു മേഖലയിലേക്ക് ഇത്രയധികം പഠനം നടത്തിയതിൽ യാതൊരു അത്ഭുതവുമില്ല. ഈ പുസ്തകം വായിച്ചപ്പോൾ വളരെ, അതായത് ഈ ആത്മീയ വിഷയങ്ങളിലൊക്കെ ഒരുപാട് അറിവൊന്നും എനിക്കില്ല, പക്ഷെ അത് വായിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഈ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം എത്രത്തോളം സഹായകമാകും എന്ന് പറയാനാവില്ല. അത്രയധികം ഒരുപാട് കാര്യങ്ങളെ പറ്റി അവരിത് വിശദീകരിക്കുന്നുണ്ട്. ഇനിയും ഏറ്റുകാണുന്ന ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്ന് തന്നെ പറയും. കാരണം ഇത് അന്ന് ബ്രഹ്മത്തിലേക്കുള്ള പാത, അതിൻ്റെ വിവർത്തനം എന്ന മാതിരി തന്നെയാണ് ഇതും എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാനിത് വായിച്ചിട്ടില്ല, ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ കേട്ട ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ ബാക്കി ഇതിനു മുൻപ് നടന്നിട്ടുള്ള നമ്മളുടെ പൂർവികന്മാരുടെ കാലഘട്ടം ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹം. സിനിമ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് അധ്യക്ഷത വഹിച്ചു. ഋഷികേശ് സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് അധ്യാപകൻ സഹദേവൻ മാസ്റ്റർ, ലസിത അരിയാക്കണ്ടി എന്നിവർ സംസാരിച്ചു. അനു നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി.
പുസ്തകത്തിൽ ആത്മശാന്തിക്കും മനസ്സാന്ത്വനത്തിനും ഇന്ത്യൻ സംസ്കാരത്തിൽ ലഭ്യമായ മരുന്നുകളുടെയും മാർഗങ്ങളുടെയും മേന്മ വിവരിക്കുന്നു. ആയുർവേദം, യോഗ, ധ്യാനം, ചികിത്സാ സംസ്കാരം, ആന്തരിക സംവേദനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൃതി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വടക്കുംപാട് വില്ലേജ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിലാണ് കൺവെൻഷൻ നടന്നത്. വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷനൊക്കെ 5%, പ്ലാൻ ഫണ്ടിന്റെ 5% എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരും. അത് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ ഇതിന്റെ മറവിൽ കുറച്ച് ആളുകൾ പിരിവിനിറങ്ങി ഒരു കമ്മീഷൻ അവർ വാങ്ങി. ഞാൻ അന്വേഷിച്ചപ്പോൾ അവരെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഫോൺ നമ്പർ എടുക്കാനില്ല, ആളില്ല. വിളിച്ചു നോക്കിയപ്പോൾ എടുക്കാനാണ്. EK ജനാർദ്ദനൻ അധ്യക്ഷനായി. CB കലാകൃഷ്ണൻ, TG ബാലഗോപാലൻ, KV മോഹനൻ, വിജയൻ മാസ്റ്റർ, രാജൻ പാലോറാൻ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തറിന്റെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പ്രഥമ പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനം കണ്ണൂരിൽ നടന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ ജോൺ ബ്രിട്ടാസ് MP പുസ്തകം പ്രകാശനം ചെയ്തു. ജോൺ ബ്രിട്ടാസ് MP പുസ്തക പ്രകാശനം നടത്തി. ആരും വന്നില്ല, അതിന്റെ 2ാം പതിപ്പാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, അത് ഏറ്റുവാങ്ങുന്നത് മുസീഫ് മഠത്തിൽ മേയർ, കണ്ണൂർ കോർപ്പറേഷൻ. ഞാൻ വളരെ ചെറിയ വയസ്സ്, എനിക്ക് 22 വയസ്സ് പോലും തേടിയിട്ടില്ല. ആ പ്രായത്തിലാണ് ഞാൻ ഇവിടെ കണ്ണൂരിൽ ലേഖനായി. അന്ന് ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരു കഥാപാത്രം നവാസ്. എനിക്കിപ്പോഴും ആ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നവാസ് നമ്മൾ DP ജോസിന്റെ സഹായിയാണ്, പക്ഷേ സർവകലാവല്ലവരുമാണ്. അന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡ് അല്ലേ, ഓൾഡ് ബസ് സ്റ്റാൻഡിലെ നിത്യ സാന്നിധ്യമാണ് നവാസ്. ഒരു കറുത്ത് മെലിഞ്ഞ ചെറുപ്പക്കാരൻ. ഇത് റേഷ്യൽ കമന്റ് ഒന്നും അല്ല കേട്ടോ, യാഥാർത്ഥ്യം പറയുന്നത്, വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഉണ്ടക്കണ്ണ്, അതായിരുന്നു അന്നത്തെ നവാസ്. പക്ഷേ ആ കണ്ണിൽ ഒരു ജ്വാലയുണ്ടായിരുന്നു. ആ ജ്വാലയാണ് പിന്നീട് നവാസിനെ ഇവിടെ എത്തിച്ചത്. അന്ന് നവാസ് ചെയ്യാത്തൊരു ജോലിയില്ല. നവാസ് കൊച്ചു മാധ്യമപ്രവർത്തകനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ജോസ് അന്ന് കോളേജിൽ ജോലിയുണ്ട്. അപ്പം അത്യാവശ്യം പത്രക്കുറിപ്പുകളൊക്കെ കറക്കി കുത്തി എഴുതി വാർത്തകളൊക്കെ ശേഖരിക്കും, പത്രക്കെട്ടുകൾ വിതരണം ചെയ്യും. ഏത് ജോലി ചെയ്യാനും മടിയില്ലാത്ത ഒരു പ്രത്യേക പരിതസ്ഥിതിയിലായിരുന്നു നവാസ്. എപ്പോഴെങ്കിലും ഒരു വ്യക്തി വന്ന വഴികളിലെ ഓർമ്മകളായ ആ വേദികളെ പിഴുതെറിയുന്നോ ആ വ്യക്തിയിലുള്ള മാനുഷികമായിട്ടുള്ള തരം നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ നവാസ് എന്ന് പറയുന്ന 3.5 പതിറ്റാണ്ട് മുമ്പ് ഞാൻ കണ്ട പരിചയപ്പെട്ട സൗഹൃദത്തിലായ ഒരു വ്യക്തി എന്നെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിവിടെ വരേണ്ടത് എന്നിൽ അർപ്പിതമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ തീരുമാനിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ പുസ്തകം ഏറ്റുവാങ്ങി. ഒരു പത്രപ്രവർത്തകന്റെ തുടക്കം, അതോടൊപ്പം ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എന്തൊക്കെയോ നേടിയെടുത്തതിൻ്റെ ഒരു ചിത്രം അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ അവതാരികയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എനിക്കൊന്നും ആവില്ല എന്ന് പറഞ്ഞ് പിന്തള്ളപ്പെട്ട് പോകുന്ന പലർക്കും ഒരൊറ്റ അവതാരിക വായിച്ചാൽ ഒരു വലിയ മോട്ടിവേഷൻ ലഭിക്കുമെന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അതൊക്കെ മാറ്റി വലിയ സമ്പന്നനാണെന്നും ഞാൻ പറയില്ല, പക്ഷേ അദ്ദേഹം മനസ്സുകൊണ്ടും സ്നേഹം കൊണ്ടും സമ്പന്നനാണ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ അധ്യക്ഷനായി. നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി. എന്നെ ഉണ്ടക്കണ്ണനാണ് പുസ്തകത്തിൽ ബ്രിട്ടാസ് സാർ വിശേഷിപ്പിച്ചത്. അന്ന് ദാരിദ്ര്യം കൊണ്ട് മെലിഞ്ഞു പോയതുകൊണ്ട് ഉണ്ടക്കണ്ണാണ്. ഇപ്പൊ കണ്ണ് കുറച്ച് ഒന്ന് ചെറുതായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ജീവിതം നല്ല രസത്തിൽ ആസ്വദിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റി, 10-23 രാജ്യങ്ങളിൽ പോകാൻ പറ്റി. നല്ല സന്തോഷത്തിൽ പൂർണ്ണ സംതൃപ്തനാണ് ജീവിതത്തിൽ എന്ന് പറയാൻ പാകത്തിന്
അനുഗ്രഹം ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് സർവശക്തൻ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ജനങ്ങൾ ഇത് വായിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആളുകൾ വായിക്കുമെന്നുള്ളതാണ്. കാരണം ഇത് എനിക്ക് അങ്ങനെ എഴുത്തുകാരനൊന്നുമല്ലല്ലോ, എനിക്ക് തോന്നിയത് ഞാൻ എഴുതി എല്ലാം കൂടി കൂട്ടി കെട്ടിയിട്ട് അശോകനോട് അശോകനെ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ബ്രിട്ടാസാറിന് അയച്ചു കൊടുത്ത് പിതാവിന് കൊടുത്തു. ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് വായിച്ചിട്ട് വലിയൊരു കുറിപ്പ് ഞാൻ തന്നെ ബേജാറായിട്ടില്ല. പിന്നെ ബ്രിട്ടാസാറ് എത്ര തിരക്കിനിടയിൽ അദ്ദേഹം തന്നു. ഇത് ആസാദ് സാറിന് ദുബായ് കണ്ടിട്ട് ഈ കടലാസിയെ കൊടുത്തു. അദ്ദേഹം വർത്താനം പറയുന്നതിനിടയിൽ ഞങ്ങളുടെ മുന്നിലിരുന്ന് തന്നെ ഒരു പേജ് വായിച്ചിട്ട് കൊടുത്തു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ടീച്ചർ, കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ, കണ്ണൂർ വിഷൻ മാനേജിംഗ് ഡയറക്ടർ M വിനീഷ് കുമാർ, ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യൽ, INS വിക്രാന്ത് ക്യാപ്റ്റൻ, റിയർ അഡ്മിറൽ K മോഹൻകുമാർ, സംസ്ഥാന ജയിൽ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് K വിശ്വൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് AJ ജോസഫ്, പറശ്ശിനിക്കടവ് മടപ്പുര കോലാധാരി ബാലകൃഷ്ണ പെരുവണ്ണാൻ എന്നിവർ സംസാരിച്ചു. വിജിലൻസ് റിട്ടയർഡ് SP പ്രിൻസ് അബ്രഹാം സ്വാഗതവും കൈരളി ബുക്സ് MD O അശോക് കുമാർ നന്ദിയും പറഞ്ഞു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU 31ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തലശ്ശേരി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. കോടിയേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PM വാഹിദ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വാഴയിൽ ശശി നഗറിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് PM വാഹിദ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് E പ്രമോദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. E പ്രമോദ്, KM ഷാജി, M സീന, അശ്വതി എന്നിവർ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഏരിയ പ്രസിഡന്റ് E പ്രമോദ് പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ A ശശി, സംസ്ഥാന ജനറൽ സെക്രട്ടറി MM മനോഹരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സുജിയ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മയായ കതിരൂരിലെ ലൈറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെസ്റ്റ് മുണ്ടോളി LP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് KP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂരിലെ ലൈറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെസ്റ്റ് മുണ്ടോളി LP സ്കൂളിൽ KP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ടീച്ചർ ലൈനാണ്, ഇത് മാസ്റ്റർ ലൈൻ. അങ്ങനെയല്ല. എൻ്റെ മക്കൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കണേ. കേൾക്കുക, ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ രണ്ട് കേൾക്കുന്നത് ശ്രദ്ധിക്കണം. ഇപ്പൊ നടക്കണം കേട്ടാ. തെങ്ങിൽ തെങ്ങോല, പനയിൽ പനയോല, തെങ്ങോലയ്ക്കും പനയോലയ്ക്കും കണ്ടോ നിറമൊന്ന്. തെങ്ങിന് തടിയൊന്ന്, പനയ്ക്ക് തടിയൊന്ന്, തെങ്ങും പനയും മുടി തൊട്ടടി വരെ കണ്ടോ തടിയൊന്ന്. ആരും താളം പിടിക്കണ്ട. കൈകിട്ടിയൊന്നുമല്ല. റെഡി. ഇപ്പൊ രണ്ട് പ്രക്രിയകളും നിങ്ങൾ പറയാൻ ഞാൻ പറയും. കേൾക്കലും ശ്രദ്ധിക്കലും മാത്രം. തെങ്ങിൽ തെങ്ങോല, പനയിൽ പനയോല, തെങ്ങോലയ്ക്കും പനയോലയ്ക്കും കണ്ടോ നിറമൊന്ന്. തെങ്ങിന് തടിയൊന്ന്, പനയ്ക്ക് തടിയൊന്ന്, തെങ്ങും പനയും മുടി തൊട്ടടി വരെ കണ്ടോ തടിയൊന്ന്. വാർഡ് മെമ്പർ TK ഷാജി അധ്യക്ഷനായി. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന മുഖ്യ പ്രഭാഷണം നടത്തി. പദാർത്ഥ ലഹരി നമുക്ക് വേണ്ട, ഇതുപോലുള്ള ലഹരിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ ഒരു കൂട്ടായ്മ ഇതുപോലുള്ള ലഹരികളെ നമുക്ക് വേണം. അപ്പൊ നല്ല ലഹരികൾ കണ്ടെത്തി അതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഇവിടുത്തെ രക്ഷിതാക്കളെ മക്കളൊക്കെ LP സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് അല്ലേ? അപ്പൊ അവരുടെ കഴിവുകൾ എന്താണ്? ചിലർ നന്നായി പാട്ട് പാടും, ചിലർ ഡാൻസ് കളിക്കും, ചിലർ ചിത്രം വരയ്ക്കും, ചിലർ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ പല പല കഴിവുകളുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഓരോ കുഞ്ഞുമക്കളും. ആ കഴിവുകളാണ് നമുക്ക് ലഹരിയാക്കി മാറ്റേണ്ടത്. അവരുടെ ജീവിത അഭിലാഷങ്ങളെ നമുക്ക് ലഹരിയാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളോട് കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാനാണ് ആദ്യം തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്കൂൾ വിട്ട് വന്ന കുട്ടിയെ അടുത്ത ട്യൂഷന് വിടുക, അങ്ങനെയൊക്കെയല്ലേ? അവരോടൊപ്പം എന്ത് സംസാരിക്കാൻ പല രക്ഷിതാക്കളും
സമയം കണ്ടെത്തുന്നില്ല. നമ്മൾ ഫോണിലോ മറ്റെവിടെയോ ഇരുന്നു കൊണ്ട് ദൂരെയുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളോടോ അല്ലെങ്കിൽ പ്രായമുള്ളവരോടോ സംസാരിക്കാനൊക്കെ മറന്നു പോകുന്ന ഒരു കാലമാണിത് അല്ലേ. മജീഷ്യൻ പ്രശാന്ത് വേങ്ങാട് മാജിക് ഷോ അവതരിപ്പിച്ചു. ലൈറ്റ് കോർഡിനേറ്റർ പ്രകാശൻ മഹിജാസ്, GV രാഗേഷ്, പ്രതീഷ്, AD ജ്യോതിലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാലയാട് കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം കൈരളി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതകളും നിയമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. വായനശാല ഹാളിലാണ് പരിപാടി നടന്നത്. കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് വനിതകളും നിയമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ പ്രഭാഷണം നടത്തി. CP. ഹരീന്ദ്രൻ അധ്യക്ഷനായി. V. അശ്വതി, KP. നിമിഷ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാലകൾക്ക് സാധിക്കണം. അതിന് വനിതാ വേദിയുടെ പ്രവർത്തനം ഏറ്റവും നല്ല നിലയിലേക്ക് മാറ്റാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് അവസാനിപ്പിക്കാം. നിയമത്തിന്റെ ക്ലാസിന്റെ ആ ഭാഗം ഒന്ന് ചേർത്ത് വെച്ച് പറയാം. കേരള പ്രവാസി സംഘത്തിന്റെ 7ാമത് ഏരിയ സമ്മേളനം പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EMP അബൂബക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പനമ്പറ്റ ന്യൂ UP സ്കൂളിലാണ് സമ്മേളനം നടന്നത്. TT ദാമോദരൻ പതാക ഉയർത്തി. പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് EMP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. അതായത് AG's ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിലേക്കും വലിയ മാർച്ചുകൾ നടത്തുകയുണ്ടായി. അത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നമുക്കതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പ്രക്ഷോഭം നടത്തുക, അത് ചിലപ്പോൾ നമുക്ക് സാധിക്കും. KP അക്ഷയ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K. ബിജു സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് V. പ്രശാന്ത് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സദാനന്ദൻ പാട്യം
ജില്ലാ കമ്മിറ്റി അംഗം ശ്രീജേഷ് പാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തെക്കേ ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ ദേവി ഭദ്രകാളി ക്ഷേത്രം ശ്രീകോവിലിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങും മഹാഗണപതി ഹോമവും നടന്നു. സൂര്യകാലടിമന സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന തെക്കേ ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങും മഹാഗണപതി ഹോമവുമാണ് ഞായറാഴ്ച രാവിലെ മുതൽ നടന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. സൂര്യകാലടിമന സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. ഗംഗാധരൻ ആചാര്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീകോവിലിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങ് നടന്നത്. ക്ഷേത്രം ഊരാളനും ക്ഷേത്രതന്ത്രിയുമായ ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം രക്ഷാധികാരികളായ കെ ഭാസ്കരൻ മാസ്റ്റർ, ശ്രീധരൻ കൂത്താടി, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ഷൈജു ഇത്തിക്ക, ജോയിന്റ് സെക്രട്ടറി കെ പി ഷൈജു, മാതൃസമിതി പ്രസിഡന്റ് പി പി പത്മജ, ക്ഷേത്ര കമ്മിറ്റി അംഗം ഒ സി സുനിൽ ചന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരിയിലെ അമിഗോസ് എയർ അക്കാദമി കോളേജിന്റെ പുതിയ ബ്രാഞ്ച് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു.
യോഗ്യരായ അധ്യാപകരും മികച്ച പഠന പ്രവർത്തനങ്ങളും കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ ജോലി ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിവരുന്ന അമിഗോസ് അക്കാദമി കഴിഞ്ഞ 6 വർഷമായി തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 9ഓളം കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, വാർഡ് കൗൺസിലർ COT ഷബീർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂത്തുപറമ്പ് മൂര്യാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. 2 അതിഥി തൊഴിലാളികൾക്ക് പരിക്ക്. കണ്ണൂർ നഗരത്തിൽ കെ സുധാകരന്റെ ഫ്ലെക്സ് വെച്ച സംഭവത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെതിരെ ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചത്. വാർത്താ ഫലം കണ്ടു. പാനൂർ ബസ് സ്റ്റാൻഡ് കവാടത്തിൽ റോഡിൽ രൂപപ്പെട്ട വൻ കുഴി ഒടുവിൽ നഗരസഭ ഇടപെട്ട് അടച്ചു. COT നസീറിന്റെ മാതാവ് ആമിന ബീവിയെ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ MLA. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ആമിനയായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.